ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. യാത്രകൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. ഞാൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചിക്കബല്ലപൂരിലേക്കാണ്. ചിക്കബല്ലപൂർ എന്താണെന്നില്ല, ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു അഗ്രികൾച്ചർ സെൻ്ററാണ്. നമ്മുടെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഹൈവേ, അതായത് നാഷണൽ ഹൈവേ 69 സഞ്ചരിച്ച് പിന്നെ ലെഫ്റ്റിലേക്ക് ഡൈവേഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ ഈ വില്ലേജിലേക്ക് എത്തുന്നത്. സന്ധ്യയോടെ അടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരുപാട് മേഘങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ആകാശം, ആ കളറൊക്കെ മങ്ങി തുടങ്ങിയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുള്ളായ സീനറി നോക്കിക്കൊണ്ടാണ് നമ്മൾ ഈ ഹൈവേയിലേക്ക് കൂടി പോകുന്നത്. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഡൈവേഷൻ എടുത്തിട്ട് വേണം ഈ വില്ലേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഹൈവേന്ന് ഡൈവേഷൻ എടുത്ത് കുറച്ച് അകത്തോട്ട് പോകുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെ ഒരുപാട് അഗ്രികൾച്ചറൽ ലാൻഡ്സ് ആണ്. ഒരുപാട് കൾട്ടിവേഷനാണ്. നിറയെ ജമന്തിയും നമ്മുടെ ചെണ്ടുമല്ലികയും റോസും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സ്ട്രെച്ചിൽ നിറഞ്ഞു നിൽക്കുന്ന ഗാർഡൻസാണ് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലേക്കൊക്കെ വരുന്ന പൂക്കളുടെ ഭണ്ഡാരം ഇവിടെ നിന്നാണെന്ന്, ഒരു പാർട്ട് ഇവിടുന്ന് തന്നെ ആയിരിക്കുന്ന ഒരു സംശയവുമില്ല. നിറയെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സന്ധ്യാസമയം ആയിട്ടുകൂടെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതും കണ്ടു. അതിനിടയിൽ വൈൻയാർഡ് ഇതുപോലെ കണ്ടു. വൈൻയാർഡിലേക്കൊന്ന് കയറി കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു. മുന്നേ ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ഇതുവരെ പറ്റിയിട്ടില്ല. എപ്പോഴെങ്കിലും പറ്റുന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ചാൻസും എനിക്കിവിടെ കിട്ടി. അത് ആക്ച്വലി ഹൈവേയിൽ തന്നെ അടുത്തിട്ടുള്ള ഡെവലപ്പേഴ്സിൻ്റെ അവരുടെ പ്രോപ്പർട്ടിക്കകത്താണ് അവരിങ്ങനെ ഒരു വൈൻയാർഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവിടെയുള്ള ഇമേജ്സിനൊക്കെ വേണ്ടിയിട്ട് കാണാനൊരു സൗകര്യത്തിനോ എന്തോന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സൗകര്യം കിട്ടി. അപ്പോൾ അതിനകത്ത് കയറി കണ്ടു. നിറയെ ഗ്രേപ്സ് ഇങ്ങനെ വിളഞ്ഞ് കിടക്കുന്നുണ്ട്. പക്ഷേ പാകമായിട്ടില്ല. അത്യാവശ്യം സൈസൊക്കെ ആയിട്ടുണ്ട്, പക്ഷേ പഴുത്ത് തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരുപാട് ബഞ്ചസ് ഇങ്ങനെ കണ്ടു. ഇതെനിക്കൊരു നല്ലൊരു അനുഭവം, വളരെ സന്തോഷം കിട്ടിയൊരു അനുഭവമായിട്ട് ഫീൽ ചെയ്തു. കാരണം കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു വൈൻയാർഡിനകത്ത് കയറിയിട്ടൊന്നും ഇങ്ങനെ കാണണം എന്നുള്ളത്. അതൊക്കെ കണ്ട് സന്തോഷത്തോടുകൂടെ നമ്മൾ യാത്ര തിരിക്കുകയാണ്. പിന്നെ ഒരു നല്ലൊരു ലേക്ക് ഉണ്ട്. ലേക്ക് പിന്നെ അതുപോലെ മലകൾ എല്ലാം കൂടെ നിറഞ്ഞൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഈ പ്ലേസ് ചിക്കബല്ലപൂർ എന്നുള്ളത് പഞ്ചഗിരി എന്ന് പറയുന്ന 5 മലനിരകൾക്കിടയിലുള്ളൊരു സ്ഥലമാണ്. പഞ്ചഗിരിയിലുള്ള ഒന്നാണ് നന്ദി ഹിൽസ്. നന്ദി ഹിൽസ് എല്ലാവർക്കും അറിയുന്ന ഒരു പിക്നിക് സ്പോട്ടാണല്ലോ. അതിലേക്ക് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ ആദിയോഗിയുടെ ഇഷ ഫൗണ്ടേഷനിലേക്കാണ്. ഇത് ഇങ്ങനെ പുതുതായിട്ട് ഇവിടെ ബാംഗ്ലൂർ വരുന്നതാണ്. അതായത് പുതിയ റെസ്റ്റോറൻറ്റ്സും പിന്നെ ഹോട്ടൽസൊക്കെ ഇങ്ങനെ റെഡിയായി വരുന്നേ ഉള്ളൂ. അതും ഹിൽ ടോപ്പിലേക്കുള്ളൊരു യാത്രയാണ്. നല്ല ഹൈവേ റെഡി ആയിട്ടുണ്ട്. ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ ഇഷ ഫൗണ്ടേഷന് വേണ്ടിയിട്ടുള്ളത്. പക്ഷേ ഹൈവേ റോഡ് റെഡിയാണ്. ഒരുപാട് വളവുകളും തിരിവുകളൊക്കെ ആയിട്ടുള്ള ആ ഹില്ലിലേക്കാണ് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു നാച്ചുറൽ ബ്യൂട്ടി നമുക്ക് ഒരുപാട് ഒപ്പിയെടുക്കാൻ പറ്റുന്ന ഒരു യാത്രയായിരുന്നു അത്. ഈ പഞ്ചഗിരി എന്ന് പറയുമ്പോൾ നന്ദിഗിരി, ചന്ദ്രഗിരി, സ്കന്ദഗിരി, ബ്രഹ്മഗിരി, ഹേമഗിരി, ഇങ്ങനെ 5 മലനിരകളാണ്. അതിനിടയിലുള്ള ഈ ഒരു സ്ഥലമാണ് ചിക്കബല്ലപൂർ. ഈ ചിക്കബല്ലപൂരിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത, മുമ്പേ ഇത് നമ്മൾ അഗ്രികൾച്ചർ സെൻറ്റർ എന്ന് പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ മെയിനായിട്ടുള്ള അട്രാക്ഷൻ ഈ ഇഷ ഫൗണ്ടേഷനാണ്. ഇഷ ഫൗണ്ടേഷൻ്റെ ഇനോഗ്രേഷൻ കഴിഞ്ഞു. നമ്മളിപ്പോൾ അവിടെ വൈകിട്ട് ലേസർ ഷോ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതുകൂടെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. യാത്രയിൽ ഇങ്ങനെ ദൂരെ നിന്ന് തന്നെ ആദിയോഗിയുടെ സ്റ്റാച്ചു നമുക്ക് കാണാം. ദൂരെ മലനിരകൾക്കിടയിൽ കാണുന്ന അതൊരു ഫസ്റ്റ് സൈറ്റ് ഒരു എക്സൈറ്റിംഗ് സൈറ്റായിട്ട് ഫീൽ ചെയ്തു. ഒരുപാട് വെഹിക്കിൾസ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല റഷ് ഉണ്ട്. ക്യൂ ഒക്കെയാണ് പാർക്കിങ്ങിലൊക്കെ. എന്തൊക്കെയാണ് അവിടെ എന്നൊക്കെ നമുക്ക് കാണാം. എന്നെപ്പോലെ തന്നെ നിങ്ങളും എക്സൈറ്റഡ് ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ബ്യൂട്ടിഫുള്ളാണ്. ലേസർ ഷോ ഫുള്ളായിട്ട് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കോയമ്പത്തൂർ ഇഷ ഫൗണ്ടേഷൻ കണ്ടിട്ടുള്ളവർക്ക് അതുമായിട്ട് ഇത് റിലേറ്റ് ചെയ്ത് നോക്കാനും പറ്റും. അതായത് ചന്ദ്രമുഖി എന്ന് പറഞ്ഞിട്ടൊരു മെസ് ഹോളൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും സ്നാക്സൊക്കെ എടുത്ത് കഴിക്കണ, ചായ കുടിക്കണൊക്കെ തിരക്കിലാണ്. നമ്മൾ ഇപ്പോൾ സ്റ്റാച്യൂയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ തിരക്ക്, ക്രൗഡ് കാണുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാരാണ്. ലേസർ ഷോയുടെ ടൈം ആയിട്ടില്ല, അതിന് മുന്നേ തന്നെ നല്ല ക്രൗഡ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ പോയത് വീക്കെൻഡിലൊന്നുമല്ല, എന്നിട്ടും ഇവിടെ നല്ല
റഷാണ് അനുഭവപ്പെട്ടത്. അവിടെ ഒരു വലിയ തൃശ്ശൂലമുണ്ട്, അതുപോലെ ഇതാ നന്ദീശനുണ്ട്. നന്ദീശൻ്റെ ഒരു വലിയ സ്റ്റാച്ചു ഉണ്ട്, ഹ്യൂജ് സ്റ്റാച്ചു ആണ്. അതുപോലെ ആദിയോഗിയുടെ സ്റ്റാച്യുവും നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതിലും അത്രയും വലിപ്പമുള്ളൊരു സ്റ്റാച്ചു ആണ്. ആ മലനിരകൾക്കൊക്കെ മുന്നിൽ മേലിട്ട് നിൽക്കുന്ന പോലെയാണ് നമുക്ക് അത് ഫീൽ ചെയ്യുന്നത്. മലനിരകളുടെ ഭംഗിയും ഒന്ന് വേറെ തന്നെയാണ്. ചുറ്റിലും മലകൾ. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഇതെല്ലാ മലകളുടെ ഒരു നടുവിലുള്ളൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഈ പ്ലേസ് ഫീൽ ചെയ്തത്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇങ്ങനെ തോന്നി, പിന്നെ മഴയൊക്കെ പെയ്താലുള്ളൊരു അവസ്ഥ എന്തായിരിക്കും, മഴയൊക്കെ പെയ്യുമ്പോഴുള്ള ആ ഭംഗി എന്തായിരിക്കും എന്നൊക്കെ. ഇതൊരു കപ്പിൾ അവർ വീഡിയോ എടുക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഹായ് ഒക്കെ ആക്കി ഞാൻ അവർക്ക് തിരിച്ചും ഹായ് പറഞ്ഞു. യൂട്യൂബിൽ ഇടുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരിതൊന്നും കാണുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും സന്തോഷം തോന്നി. ഇതാ ആദിയോഗിയുടെ അടുത്തേക്ക് നമ്മൾ പോവുകയാണ്. പേയ്മെൻ്റൊക്കെ നിറയെ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് ഇതാക്കിയിട്ടുണ്ട്. ഇതാ നന്ദിയുടെ വലിപ്പം നിങ്ങൾക്ക് ആൾക്കാരുടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഇത് വലിയ ഹ്യൂജ് ഒരു നന്ദിയാണ്. നല്ല ഭംഗിയുള്ളൊരു സ്റ്റാച്ചു. അതൊക്കെ കിടക്കണമൊക്കെ ഒരു ഭംഗിയായിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് കാർവ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ അവിടെ നിന്നിട്ട് അതിനടുത്ത് നിന്നിട്ട് സെൽഫി എടുക്കാനുള്ള തിരക്കാണ്. വേൾഡ്സ് ലാർജസ്റ്റ് നന്ദി എന്നാണ് ഇത് വിശേഷിക്കപ്പെട്ടിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പെർഫെക്ഷനോടുകൂടിയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ആൾക്കാർക്ക് വേണ്ടി ഒരു വലിയ സല്യൂട്ട് തന്നെ നമുക്ക് പറയാം. അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സ്റ്റാച്ചു ഉണ്ടാക്കിയിട്ടുള്ളത്. ആദിയോഗിയുടെ താഴെയുള്ള ആ ഏരിയയിലാണ് ആ ലൈറ്റ് കാണുന്നുണ്ടല്ലോ, അവിടെയാണ് പൂജയൊക്കെ നടക്കുന്നത്. അവിടുന്ന് പൂജയും നമുക്ക് പ്രസാദമൊക്കെ വാങ്ങിക്കണമെങ്കിൽ അവിടുന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാ ഇത്ര വലിയൊരു തൃശ്ശൂൽ ഇങ്ങനെ എരിച്ച് വെച്ചിട്ടുള്ളത് കാണാം. നല്ല ഹ്യൂജ് സൈസാണതും, വളരെ ഭംഗിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കായതുകൊണ്ട് ഒറ്റ ഇതിലൊന്നും നമുക്കിത് ക്യാമറയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല. ഓരോരോ ആൾക്കാരുടെ ഇടയിൽ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അത് ക്യാപ്ചർ ചെയ്യാൻ തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്രയും തിരക്കാണ് ഇവിടെ ഉള്ളത്. അതുപോലെ അതിൻ്റെ സൈസും ഹ്യൂജാണ്. പിന്നെ ഇതുപോലെ സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്സിലൂടെ കയറി പോവുകയാണെങ്കിൽ നമ്മൾ ആദിയോഗിയുടെ ഇത് പ്രദക്ഷിണം വെക്കാനുള്ള വഴിയാണ്. പേയ്മെൻറ്റൊക്കെ നല്ല സ്റ്റോൺസൊക്കെ വെച്ചിട്ട് നീറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിനടുത്തൂടെ നടക്കുമ്പോൾ നമുക്ക് ആൾക്കാർ നടക്കുന്നതും ആ സൈസും സ്റ്റാച്യൂയുടെ സൈസും വെച്ച് നോക്കും. നമുക്ക് ആ സ്റ്റാച്യൂയുടെ ഹൈറ്റ് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനൊരു കമ്പാരിസൺ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. നല്ല ഹൈറ്റിലാണ് സ്റ്റാച്യൂ ഉള്ളത്. സ്റ്റീലിലാണ്, മെയിനായിട്ട് സ്റ്റീലാണ് ഇതിൻ്റെ മെറ്റീരിയൽ. പുറത്തോട്ട് താഴെ നോക്കുകയാണെങ്കിൽ കുറേ ചെടികളൊക്കെ മരങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. 1-2 വർഷമാകുമ്പോഴേക്ക് നല്ല ഭംഗിയായിട്ട് മാറും. ഇതൊക്കെ മരങ്ങളൊക്കെ വളർന്ന് കുറച്ചുകൂടെ ബ്യൂട്ടിഫുള്ളായിട്ട് മാറും ഈ സ്ഥലം. ലേസർ ഷോ തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. എല്ലാവരും അവിടെ മുന്നിൽ വന്ന് ഇരുന്നിട്ടാണ് ലേസർ ഷോ വ്യൂ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം. On torch lights during the show. There will be an Arati offering to Yogeshwara Linga after Divya Darshana. ಈಗ ನಾವು ಈ ಸಂಜೆಯನ್ನು ಸಂಗೀತದೊಂದಿಗೆ ಪ್ರಾರಂಭಿಸೋಣ. Now we will begin the evening with music. ಶಂಭೋ ಶಂಕರ ಶಿವನೊಲಿದರೆ ಭಯವಿಲ್ಲ, ಶಿವ ಮುನಿದರೆ ಶಿವನಲ್ಲದೆ
ಭಕ್ತಿಯ ಮತ್ತು ಸಪ್ತಋಷಿಗಳು ಅನುಭವಿಸುತ್ತಿದ್ದ ಈ ಭಾವ ಪರವಶತೆಯನ್ನು ನೋಡಿ ಪಾರ್ವತಿಯು ಅದರ ಕಡೆಗೆ ಸೆಳೆಯಲ್ಪಟ್ಟಳು. ನಾನು ಇದನ್ನು ಅನುಭವಿಸಬೇಕು ಎಂದು ದೇವಿಯು ಆದಿಯೋಗಿಯನ್ನು ಕೇಳಿಕೊಂಡಳು. ಆದಿಯೋಗಿ, ನೀನು ಇದರ ಬಗ್ಗೆ ಎಲ್ಲ ಚಿಂತಿಸಬೇಡ, ಬಂದು ನನ್ನ ಮಡಿಲಲ್ಲಿ ಕುಳಿತುಕೋ ಎಂದನು. ಅವಳು, ನನಗೆ ಬೇಕಿರುವುದು ನಿಮ್ಮ ಒಲವು ಮಾತ್ರ ಅಲ್ಲ, ನನಗೆ ಬೇಕಿರುವುದು ನಿಮ್ಮ ಜ್ಞಾನ ಎಂದಳು. ಅವನು, ನೀ ಬಂದು ಕುಳಿತುಕೋ, ಜ್ಞಾನ ಎನ್ನುವುದು ಕಲಿಯುವ ವಿಷಯವಲ್ಲ, ಅದು ಅನುಭವಿಸಬೇಕಾದ ಆಯಾಮ. ನನ್ನ ಮಡಿಲಲ್ಲಿ ಕುಳಿತುಕೋ, ನನ್ನೊಂದಿಗೆ ಒಂದಾಗು ಎಂದನು. ಅವಳು ಬಂದು ಅವನ ಮಡಿಲಲ್ಲಿ ಕುಳಿತಾಗ ಅವಳನ್ನು ಸೆಳೆದುಕೊಂಡು ತನ್ನ ಅರ್ಧ ಭಾಗವಾಗಿ ಮಾಡಿಕೊಂಡನು. ಅದರಿಂದಲೇ ಅವನು ಅರ್ಧನಾರಿ, ಪುರುಷ ಸ್ತ್ರೀ ತತ್ವಗಳ ಸಮತೋಲನ. ಇದನ್ನೆಲ್ಲ ನೋಡುತ್ತಿದ್ದ ಗಣಗಳು, ನಾವೇನು ಮಾಡಬೇಕು, ನಮಗೇನು ದಾರಿ ಎಂದು ಕೇಳಿದರು. ಅದಕ್ಕೆ ಅವನು, ನೀವು ಇದರ ಬಗ್ಗೆ ಎಲ್ಲ ಚಿಂತಿಸಬೇಡಿ, ನೀವು ನನ್ನ ಜೀವ ಕುಡಿಯುವ ಕುಡುಕರು, ನನ್ನ ಜೀವ ಕುಡಿಯುವುದರಲ್ಲೇ ನಿಮ್ಮ ಮುಕ್ತಿ ಎಂದನು. ಅವರು ಅವನ ತೇಜಸ್ಸಿನಲ್ಲಿ ಮಿಂದೆದ್ದು ಉನ್ಮತ್ತರಾಗಿ ಹೋದರು. ಹೀಗೆ ಆದಿಯೋಗಿಯು ಸಾಧಕರ ಅಗತ್ಯಗಳಿಗೆ ಅನುವನ್ನು 3 ರೀತಿಯಲ್ಲಿ ನೀಡಿದನು. ಯೋಗವನ್ನು ಜಗತ್ತಿಗೆ ಕೊಂಡೊಯ್ಯುವಂತೆ ಆದಿಯೋಗಿಯು ಸಪ್ತಋಷಿಗಳಿಗೆ ಹೇಳಿದನು. ಇಂದಿಗೂ ಕೂಡ ಭೂಮಿಯ ಮೇಲಿನ ಪ್ರತಿಯೊಂದು ಆಧ್ಯಾತ್ಮಿಕ ಪ್ರಕ್ರಿಯೆ ಆದಿಯೋಗಿಯು ಅರ್ಪಿಸಿದ ಆಧ್ಯಾತ್ಮಿಕ ಜ್ಞಾನವೇ ಬೆನ್ನೆಲುಬಾಗಿದೆ. ಈ ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನವು ಆದಿಯೋಗಿಯ ಈ ಕಥೆಯ ಒಂದು ನಿರೂಪಣೆ. ಮಾನವತೆಯ ಇತಿಹಾಸದಲ್ಲೇ ಮೊಟ್ಟ ಮೊದಲ ಬಾರಿಗೆ ನೀವು ಪ್ರಕೃತಿಯ ಮಿತಿಗಳಿಂದ ಬಂಧಿತರಾಗಬೇಕಾಗಿಲ್ಲ ಎಂಬುದು ಮನುಷ್ಯರಿಗೆ ನೆನಪಿಸಲಾದ ಕಥೆ ಇದು. ನೀವು ಬೇಕಾದ ಸಾಧನೆ ಮಾಡಲು ತಯಾರಿದ್ದರೆ ನೀವು upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being were unknown. When his ecstasy allowed him some movement, he danced wildly. Intensity peaked, he became utterly still. People saw that he was experiencing dimensions that no one had ever known or able to fathom. His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos,
They called him a yogi, as he was the first one, the Adi Yogi. When his stillness lasted for years on end, curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. The profound science of yoga in its full depth and dimension. He expounded 112 methods of attainment, offering his disciples access to the deepest innards of creation. State of yoga, many mysteries of the created and the uncreated cascaded upon his
Devi Parvati, seeing Adiyogi reveling in ecstatic states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Seeing the splendor of this magnificent union, Ganas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into intoxicated raptures. Seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization.
This spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha, Mahadevaya Namaha, Mahadevaya Namaha. Yoga Yoga Yogeshwaraya, Bhuta Bhuta Bhuteshwaraya, Kala Kala Kaleshwaraya, Shiva Sarveshwaraya, Shambho Shambho Mahadevaya. ಆದಿಯೋಗಿಯು ಸಾರ್ವಜನಿಕರಿಗೆ ತೆರೆದಿರುವ ಎಲ್ಲಾ ದಿನಗಳಲ್ಲೂ ಆದಿಯೋಗಿ ದಿವ್ಯ ದರ್ಶನ ಇರುತ್ತದೆ.
We are glad to announce that Adiyogi Divya Darshana will happen on the days when the Adiyogi premises is open. ಯೋಗೇಶ್ವರ ಲಿಂಗವು ದರ್ಶನಕ್ಕಾಗಿ ರಾತ್ರಿ 8 ಗಂಟೆಯವರೆಗೆ ತೆರೆದಿರುತ್ತದೆ. ಹೋಟೆಲ್